ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ ഒരു BJP അനുകൂലമായിട്ട് കുറച്ച് നിലപാടുകളില്ലേ ഇപ്പോ? പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ലേ? എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? അത് കേരളത്തിൽ പുതിയതായിട്ട് അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനെ പൂർണ്ണമായും വിലയിരുത്താനുള്ള ഒരു സമയമായിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് രാഷ്ട്രീയമായി മുന്നോട്ടെടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റും ഒരു പാർട്ടിയുമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. കാരണം ജനങ്ങൾ അവർക്ക് മാൻഡേറ്റ് കൊടുത്തത് 10 വർഷമായി കേരളത്തിൽ നിലനിന്ന ഇടതുപക്ഷ ഭരണം നടത്തിയ ജനാധിപത്യത്തിനകത്തെ ചതികളും അട്ടിമറിക്കലുകളും നടന്നിട്ടുണ്ട്. അത് വ്യാപകമായി നടന്നിട്ടുണ്ട്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് UDFന് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത്. അത് തിരുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം, അത് പരിഹരിക്കപ്പെടുന്നുണ്ടോ, ഇവരുടെ പ്രവർത്തനത്തിൽ അതില്ലാതെ വരുന്നുണ്ടോ, ഇത് പരിശോധിക്കുമ്പോൾ പഴയ ഗവൺമെൻറ്റിൻ്റെ അതേ സ്വഭാവങ്ങളും ശീലങ്ങളും പല കാര്യങ്ങളിലും പുറത്ത് കാണുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു സദ്ഭരണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടാവും. അത് നമ്മൾ സദ്ഭരണം നടത്താമെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വേണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നടക്കട്ടെ എന്ന് തന്നെ വിചാരിക്കും. പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ പദ്ധതികൾ അതത്ര സൽഭരണത്തിന് വഴി തുറക്കുന്നതല്ല. അവിടെയാണ് അതിൻ്റെ കോൺട്രഡിക്ഷൻ കിടക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാവും നല്ല ഭരണം വേണമെന്ന്. പക്ഷെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ മുന്നോട്ട് പോക്കിന് സ്വകാര്യ മൂലധനത്തെ ആശ്രയിക്കുമ്പോൾ, അത് അൺകണ്ടീഷണലി ആശ്രയിക്കുമ്പോൾ, അങ്ങനെയാ പറയേണ്ടത്. സ്വകാര്യ മൂലധനത്തെ ആശ്രയിക്കേണ്ടെന്ന് ഒരഭിപ്രായം എനിക്കില്ല. സ്വകാര്യ മൂലധനത്തെ ആശ്രയിക്കുന്നത് അത് ഒരു കുറ്റവും ഇല്ല എന്ന് മാത്രമല്ല, അതില്ലാതെ ഒരു രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാനും പറ്റത്തില്ല. കാരണം ലോകത്തിൻ്റെ ഒരു ക്രമം അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വിച്ച് കണ്ടീഷൻ, എന്ത് കണ്ടീഷൻ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ മൂലധനമായിട്ട് ഒരു ഗവൺമെൻറ് ഇടപാട് നടത്തുന്നത്? അത് ജനങ്ങളുടെ താല്പര്യത്തെയും കേരളത്തിൻ്റെ പൊതു താല്പര്യത്തെയും സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നാൽ കപ്പൽ നിർമ്മാണമടക്കം, ബ്ലൂ എക്കോണമി അടക്കം വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ റീഡ് ചെയ്തത്. അതിനെ മറികടക്കാൻ അവർക്ക് സമയമുണ്ട്, പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സമയമുണ്ട്. പദ്ധതികൾ ആവിഷ്കരിച്ച് അവർ നടപ്പിലാക്കിയാൽ ഏറ്റവും നല്ലത്. പിന്നെ ഇവർ ഈ വർഗീയവാദികളാണ് എന്ന് പറയുന്നത്, ഇപ്പം കേരളത്തിൽ വർഗീയവാദം എന്ന് സമുദായവാദികളൊക്കെ ഉണ്ടാവും. അതിനകത്ത് എന്ത് വർഗീയവാദം? അവരുടെ സമുദായത്തിന് വേണ്ടി അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു സംഭവം ഇതായിരുന്നു. ഈ പറഞ്ഞ കേരളത്തിലെ സംഘപരിവാർ ക്ഷേത്ര സംരക്ഷണ സമിതി അടക്കമുള്ള ആൾക്കാരെ കാണാനും അവരുടെ മെമ്മോറാണ്ടം സ്വീകരിക്കാനും അവരോടൊന്നിച്ച് ഫോട്ടോ എടുക്കാനും VD സതീശൻ തയ്യാറായത് ഇയാളുടെ RSS ബന്ധത്തെ കുറിക്കുന്നു എന്ന ഒരു വലിയ ചർച്ച ഇവിടെ ഉണ്ടായി. ഞാൻ അതിനെ ഒരു ആരോപണമായിട്ട് കാണുന്നുള്ളൂ. VD സതീശന് ബന്ധമുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ അതിനു വേണ്ടി ഒരു ഗവേഷണം നടത്തിയിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് അയാൾക്ക് അവരെ കാണേണ്ട ഉത്തരവാദിത്വമുണ്ട്. അവർ പറയുന്ന കാര്യം നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ളതേ നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ ജീവിക്കുന്ന ആര് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചാലും കൊടുക്കണം അയാൾ. അപ്പം അതങ്ങനെ അവരോടും മെമ്മോറാണ്ടം സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പം അത് നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ വരാനിരിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ബാക്കിയൊക്കെ ഈ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുള്ള ചില കഥകളാണ്. കഥകൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം, കേരളത്തിലെ
എല്ലാ വിഭാഗങ്ങൾക്കും നീതി ഉറപ്പ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടതുണ്ട്, അത് നിറവേറ്റേണ്ടതുണ്ട്. അപ്പം അക്കാര്യത്തിൽ ഈ ദളിതരോടും ആദിവാസികളോടുമുള്ള സമീപനം എന്ത് എന്നുള്ളതൊരു ക്വസ്റ്റ്യനായി നാളെ ഉയർന്നു വരും. അതിനവർക്ക് ഉത്തരം വേണ്ടി വരും, അല്ലെങ്കിൽ അവർ നിരാകരിക്കപ്പെടും. ഇപ്പം നിതിൻ രാജ് ഇഷ്യൂ വി ഡി സതീശൻ അധികാരമേൽക്കുമ്പോൾ തന്നെ നിരവധി കേസുകൾ ഏറ്റെടുക്കുകയും വളരെ പെട്ടെന്ന് തീരുമാനമാക്കുകയും ചെയ്തു. നിതിൻ രാജ് കേസിലും അതേ വേഗത്തിലൊരു കാര്യം നടക്കണമായിരുന്നു. പക്ഷെ 2 മാസം കഴിഞ്ഞ കാര്യം നടക്കുന്നത്. ആ ഡിലേ ഭയങ്കരമായൊരു അസംതൃപ്തി ഈ വിഭാഗത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് റീഡ് ചെയ്യാൻ അവർക്ക് പറ്റണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് മനസ്സിലാക്കാൻ ഇതിങ്ങനെ നീട്ടിവെച്ചാൽ ആ വിഭാഗത്തിൽ നിന്നും വലിയ രോഷം ഗവൺമെന്റിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റീഡ് ചെയ്യാൻ അവർക്ക് കഴിയണം, അത് അംഗീകരിക്കാനും കഴിയണം. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോഴത്തെ പല നയങ്ങളും തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് ഫൈനലായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കിട്ടുന്ന സൂചനകൾ വെച്ച് നാളെ പ്രശ്നസങ്കീർണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കരിമണൽ ഖനനം പോലുള്ള, ഇന്നിപ്പം ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തിട്ട് ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ കരിമണൽ ഖനനം നടക്കും ആണ്. അപ്പോൾ അത് നടന്നാൽ അത് ആര് ചെയ്യും? പ്രൈവറ്റ് ഏജൻസി ചെയ്യോ അതോ ഗവൺമെന്റ് ഏജൻസി? അതിൽ മാത്രമേ ഇപ്പൊ തർക്കമുള്ളൂ. കരിമണൽ എടുക്കരുതെന്ന് ആരും പറയുന്നില്ലെന്ന്, പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കരുതാ പറയുന്നത്. അപ്പൊ അവിടെ കുറെ ജനം കൂടിയിരുന്ന് സമരം ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട് കരിമണൽ എടുക്കരുത്, പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, എന്താണ് ഈ കരിമണൽ നിങ്ങളിങ്ങനെ വാരുന്നത്? അതാ തീരെ ഇടിഞ്ഞു പോവുകയും ആൾക്കാരോടൊന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അത് സണ്ണി, നമ്മളിനി എടുത്തില്ലെങ്കിൽ തന്നെ അതവിടെ വന്ന് കൂടും. അപ്പോൾ നമ്മൾ ഒരു വർഷം കോരിയെടുത്താൽ അടുത്ത വർഷം അത്രയും തന്നെ അവിടെ വന്ന് കൂടും. അപ്പം ഇത് ജനങ്ങൾക്കത് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പറയുന്ന എന്തോ ഒരു കാര്യമായിട്ടാണ് പുള്ളി അതിനെ എൻ്റെ അടുത്ത് അവതരിപ്പിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, അതുപോലെ തന്നെ കടലിനെ കേന്ദ്രീകരിച്ച് കുറേ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ് അത് അടിസ്ഥാനം ഇപ്പം പറഞ്ഞ രൂപത്തിലാണെങ്കിൽ, അതിനെക്കുറിച്ച് പുറത്തു വന്ന കഥകളൊക്കെ ശരിയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അതീവ ഗുരുതരമായ പ്രതിസന്ധിക്ക് എനിക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. അനാഥരായി പോവും. അവരുടെ വിഷയം ഏറ്റെടുക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതെ വരും. എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരമായ പ്രശ്നത്തിലായിരിക്കും അവർ ചാടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പുനഃപരിശോധിക്കേണ്ടി വരും. വന്നില്ലെങ്കിൽ അവർ വലിയ ജനരോഷത്തെ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ